ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അത് നാത്തും പറഞ്ഞ ശരിയാ. ആയിക്കോട്ടെ, നിങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്, ഞാൻ ഒന്നും പറയുന്നില്ല. ഈ ചെറുക്കന് എന്താ പറ്റിയേ? നമ്മൾ പറയുന്നത് ഒക്കെ എതിർക്കുന്ന പോലെ. അതവനവന്റെ അച്ഛനെ കണ്ടു പഠിക്കുന്നതായിരിക്കും. ഇതൊരു എൻകൗണ്ടർ ആണെന്ന് പറയപ്പെടുന്നു. പക്ഷേ പോലീസ് വൃത്തങ്ങളിൽ നിന്ന് യാതൊരു സ്ഥിരീകരണവും മീഡിയയ്ക്ക് ലഭിച്ചിട്ടില്ല. മേനോൻ സാറ് വിളിച്ചിരുന്നു. അടുപ്പിച്ചടുപ്പിച്ച് ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. അതെല്ലാം നികത്തുന്ന രീതിയിൽ ഉടനെ ഒരു വലിയ പരിപാടി ഉണ്ടാവും. റെഡി ഫോർ ദാറ്റ്. വിവാഹത്തിന്റെ ഡേറ്റ് അടുത്ത് വരികയാണ്. എനിക്കിവിടുന്ന് മാറാൻ പറ്റുന്ന അവസ്ഥയിലല്ല. ഒരു മാസത്തേക്ക് എങ്ങനെയെങ്കിലും ലീവ് വേണം. ലീവ് എടുത്ത് മാറി നിൽക്കാൻ നീ ചെയ്യുന്നത് ഓഫീസ് ജോലിയാണെന്നാണ് നിന്റെ വിചാരം? പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മൈ സിറ്റുവേഷൻ. നീയാണ് സിറ്റുവേഷൻ മനസ്സിലാക്കാതെ പെരുമാറുന്നത്. ഇപ്പോൾ ഒരു പരിപാടി പ്ലാൻ ചെയ്യുന്നത് ഒട്ടും സേഫ് അല്ല. പോലീസുകാർ എൻകൗണ്ടറുകൾ വരെ ചെയ്തു തുടങ്ങി. തൽക്കാലം നമ്മളൊന്ന് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പൃഥ്വി, പൃഥ്വി, I'll call you back. Shit. പൃഥ്വി. ആ ചേച്ചി, എന്താ ചേച്ചി? നാളെ നീ ഫ്രീ അല്ലേ? എന്തായിരുന്നു? എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ? അഷിതയുടെ വീട്ടില് കല്യാണ തലേന്ന് ഹൽദി നടത്താൻ ഒരു പ്ലാൻ ഉണ്ട്. അതിന് നമുക്കൊരു ഷോപ്പിങ്ങിന് പോണം. പിന്നെ ആ കുട്ടി ഇങ്ങോട്ട് വരുമ്പോ നമ്മൾ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് വെക്കണ്ടേ? അപ്പൊ അതൊക്കെ അഷിതയും കൂട്ടി അവക്ക് ഇഷ്ടമുള്ളതിനെ സെലക്ട് ചെയ്യാം. എല്ലാത്തിനും കൂടി നാളെ ഒരു ഷോപ്പിംഗ് പ്ലാൻ ചെയ്താലോന്ന് ഓർത്താ. നാളെ നീ കൂടി വേണം. അതാ ഞാൻ ഫ്രീ ആണോന്ന് ചോദിച്ചേ. ഞാൻ വരേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ എല്ലാരും പോയി വേണ്ടതെല്ലാം വാങ്ങിയാ പോരെ? നീ കൂടി വരികയാണെങ്കിൽ അഷിതയ്ക്ക് വലിയ സന്തോഷാവില്ലേ? നിന്റെ ഒപ്പം ഷോപ്പിങ്ങിനൊക്കെ വരണമെന്ന് ആ കുട്ടിക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? ഒരിക്കൽ ഡിന്നറിന് പോയതല്ലാതെ നിങ്ങൾ ഒരുമിച്ച് എവിടെയും പോയിട്ടില്ലല്ലോ. ശരി, ഞാൻ വരാം. പൃഥ്വി, എന്താ പൃഥ്വി നീ വല്ലാതിരിക്കുന്നേ? എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? ടെൻഷനൊന്നുമില്ല ചേച്ചി. നമ്മുടെ ചാനൽ എന്തൊക്കെയാ കാണിക്കുന്നത്? എന്നെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. ചാനൽ എന്തിനാണ് പോലീസുകാരുടെ വൃത്തികേടിനൊക്കെ കൂട്ടി നിൽക്കുന്നത്? നീ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. പോലീസ് എൻകൗണ്ടർ നടത്തിയത് നമ്മുടെ ചാനലിൽ എത്ര ഗ്ലോറിഫൈ ചെയ്താണ് കാണിക്കുന്നത്. അത് ശരിയാണെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പോലീസ് ചെയ്തത്. അത് ജനങ്ങൾ ആഘോഷിക്കുക. ചാനൽ ജനങ്ങളുടെ ഭാഗത്താ നിൽക്കുന്നത്. അതുകൊണ്ടാ നമ്മൾ പോലീസിനെ സപ്പോർട്ട് ചെയ്യുന്നതായി നിനക്ക് തോന്നുന്നത്. ഏത് രീതിയിൽ പറഞ്ഞാലും ഇതൊന്നും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പോലീസിന് നിയമം കയ്യിലെടുക്കാൻ ഒരു അർഹതയുമില്ല. ഇതൊക്കെ ചെയ്തത് അണ്ടർകവർ പോലീസാണെന്ന് പറയുന്നല്ലാതെ അവരാരാണെന്ന് വെളിപ്പെടുത്താൻ പോലീസ് തയ്യാറാകുന്നില്ല. അവരാരാണെന്ന് ജനങ്ങളെ ബോധിപ്പിക്കേണ്ട ബാധ്യത ഇവിടുത്തെ സർക്കാരിനില്ലേ? ചാനൽ അതൊക്കെ ചോദ്യം ചെയ്യേണ്ടതല്ലേ? എന്തുകൊണ്ടത് ചെയ്യുന്നില്ല? അത്തരം കാര്യങ്ങളൊക്കെ വൈകുന്നേരത്തെ ചർച്ചകളിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അന്ത്യ ചർച്ചയൊക്കെ ആരാ ചേച്ചി സീരിയസ് ആയി കാണുന്നത്? അതല്ല, ഇപ്പൊ ട്രോൾ കണ്ടന്റ് മാത്രമാണ്. നമ്മുടെ ചാനൽ ഭൂരിപക്ഷം ചിന്തിക്കുന്നതിന്റെ പിന്നാലെ പോകാതെ നീതി കിട്ടാതിരുന്നവനെ ബൂസ്റ്റ് ചെയ്ത് പോലീസിന്റെ തോന്നിവാസം തുറന്നു കാണിക്കണമായിരുന്നു. എനിക്ക് നല്ല സന്തോഷായി പൃഥ്വി. നിനക്കൊരു നിലപാടുണ്ട്. അത് വലിയ കാര്യമാ. നിന്റെ തോട്ട് പ്രോസസ്സ് വളരെ ശരിയാ. പോലീസിനെന്നല്ല ആർക്കും നിയമം കയ്യിലെടുക്കാൻ അധികാരമില്ല. ഒരാൾ തെറ്റ് ചെയ്തുവെങ്കിൽ ശിക്ഷിക്കേണ്ടത് കോടതി മാത്രമാ. പക്ഷെ ആ രീതിയിൽ മാത്രം ന്യൂസ് വന്നാൽ നമുക്ക് നിലനിൽപ്പില്ല. നമ്മൾ കുറെയൊക്കെ ജനങ്ങളുടെ ഭാഗത്തും നമ്മുടെ മനസാക്ഷിയുടെ ഭാഗത്തും നിൽക്കണം. അയാള് മരിച്ച സാഗർ തെറ്റുകാരനാണെന്ന് എനിക്കും ബോധ്യമുണ്ട്. അതുകൊണ്ടാ ഈ ന്യൂസ് നമ്മുടെ ചാനലിൽ വന്നത്. അയാൾ റേപ്പ് ചെയ്ത ദേവിക നമ്മുടെ അഞ്ജനയുടെ കൂട്ടുകാരിയാ. ആ കുട്ടി എനിക്കും അറിയാം. ശരിയായിരിക്കും. എങ്കിലും ആ സാഗർ നിരപരാധിയാകാൻ 100 സാധ്യതകളുണ്ട്. അതൊന്നും പോലീസ് അന്വേഷിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അവന് പകരം പോലീസ് എന്നെയാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ എൻകൗണ്ടർ ചെയ്തിരുന്നെങ്കിൽ ചേച്ചി സഹിക്കുമോ? ഈ രീതിയിൽ പെരുമാറുമോ? നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ഒരു നീതിയും മറ്റുള്ളവർക്ക് മറ്റൊരു നീതിയും. ആ രീതി ശരിയല്ല. എനിക്കത്രേ പറയാനുള്ളൂ. നീ പറയുന്നത് ശരിയാ. പലരും ഈ രീതിയിൽ എന്നോട് പറയുമ്പോ എനിക്ക് ഉത്തരമില്ല. അത്രേ ഉള്ളൂ. ഞാൻ നാളെ ഷോപ്പിങ്ങിന് വന്നോളാം. ഓക്കെ, ശരി.
ദേ ദുർഗെ, ഇനി നിന്റെ ഉടായ്പൊന്നും ഇറക്കാതെ നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കിക്കോണം. കല്യാണമായിട്ട് ഗസ്റ്റുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാ. ദേ, നീ എന്തിനാ അത് ദുർഗയോട് പറയുന്നത്? നീയല്ലേ അക്ഷിതയുടെ അമ്മ. കാര്യങ്ങൾ നോക്കിയും കണ്ട് ചെയ്യേണ്ടത് നിന്റെ ഉത്തരവാദിത്താ. ഓ, ഞാൻ അടുക്കള കാര്യങ്ങളൊക്കെ നോക്കിയിരുന്ന ബാക്കി കാര്യങ്ങളൊക്കെ ആരാ ചെയ്യാ? ആ, നാളെ ഹൽദിക്ക് ഇടാനുള്ള ഡ്രസ്സ് എടുക്കാൻ ചെല്ലാൻ പൂർണിമ എന്നെ വിളിച്ച് പറഞ്ഞിരിക്കുക. ഇവിടുത്തെ ജോലികളൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം. അതിന്റെ പേരിൽ ആരും ടെൻഷൻ ആവണ്ട. കണ്ടോ, അവൾക്ക് ഒരു പ്രശ്നമില്ല. അമ്മയ്ക്കാ പ്രശ്നം മുഴുവനും. അതെ, ദുർഗയ്ക്ക് ഒരു പരാതിയില്ല. അതാണല്ലോ നിങ്ങൾ മുതലെടുക്കുന്നത്. നാളെ നമ്മൾ എപ്പോഴാ പോന്നെ? അറിയില്ല. ടൈം പൂർണിമേച്ച് പിന്നെ വിളിച്ചു പറയും. ആ, അവര് കാർ അയക്കുന്ന കാര്യം എന്തെങ്കിലും പറഞ്ഞോ അഷി? ഇല്ലമ്മേ, അതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. അതെന്ത് പരിപാടിയാ? അവിടെ ഇഷ്ടംപോലെ വണ്ടികളുള്ളതല്ലേ. ഒരെണ്ണം അയച്ചെന്നാ നമ്മളിങ്ങനെ ഓട്ടോയിലും ബസ്സിലും കയറി കഷ്ടപ്പെടണമായിരുന്നോ? അതെ, നമുക്ക് പൂർണിമയോടൊന്ന് ചോദിച്ചാലോ? വേണ്ട, അതൊക്കെ മോശ. ആവശ്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ പൂർണിമ ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ ഇനിയും വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ട. നിങ്ങൾ ഒരു ടാക്സി വിളിച്ചു പോയാൽ മതി. ടാക്സിയൊക്കെ വിളിച്ച നമ്മുടെ കയ്യിലെ കാശ് പോയില്ലേ? എന്താവശ്യമുണ്ടെങ്കിലും ചോദിച്ചോളാൻ പൂർണിമ പറഞ്ഞ സ്ഥിതിക്ക് ആ വണ്ടി ചോദിക്കുന്നതിൽ തെറ്റില്ലാന്ന് എനിക്ക് തോന്നുന്നു. നനഞ്ഞടം കുഴിക്കുന്ന സ്വഭാവം നിങ്ങൾക്കുള്ളതാ. ഇവിടെങ്കിലും അത് ഇറക്കാതെ നോക്ക്, അല്ലെങ്കിൽ അത് ദോഷം ചെയ്യും. ഹൽദി അപ്പോ വീട്ടിൽ വെച്ച് തന്നെ നടത്തുന്നതല്ലേ? അതെ, ഓഡിറ്റോറിയൊക്കെ ബുക്ക് ചെയ്യാൻ പോയാൽ ഒരുപാട് പൈസയാവും. അതൊന്നും വേണ്ട. വീട്ടിലെങ്കിൽ വീട്ടില്. പക്ഷെ അവിടുന്ന് വരുന്നവരുടെ സ്റ്റാൻഡേർഡിനനുസരിച്ചുള്ള ഒരുക്കങ്ങൾ എങ്കിലും നടത്തണം. അല്ലെങ്കിൽ നാണക്കേടാ. അവരുടെ രീതിക്ക് കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. അപ്പൊ പിന്നെ അതിന് ശ്രമിച്ച് പരാജയപ്പെടാൻ നിൽക്കണ്ട. നമ്മൾ എന്താണെന്നും നമ്മുടെ സാഹചര്യം എന്താണെന്നും മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ. അമ്മയ്ക്ക് അങ്ങനെയൊക്കെ പറയാം. ഇന്നത്തെ കാലത്ത് വില കിട്ടണമെങ്കിൽ കുറച്ച് ഷോ ഒക്കെ വേണം. ഓ, അത് നാത്തും പറഞ്ഞ ശരിയാ. ആയിക്കോട്ടെ, നിങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്. ഞാൻ ഒന്നും പറയുന്നില്ല. ഈ ചെറുക്കന് എന്താ പറ്റിയേ? നമ്മൾ പറയുന്നത് ഒക്കെ എതിർക്കുന്ന പോലെ. അതവനവന്റെ അച്ഛനെ കണ്ടു പഠിക്കുന്നതായിരിക്കും. അബി, എന്താ ചേച്ചി? നീ എന്താ ഇങ്ങനെ? എന്തിനെങ്ങനെ വിഷമിക്കുന്നെ? എനിക്കറിയില്ല ചേച്ചി, പഴയതുപോലെ ആവാൻ എനിക്ക് സാധിക്കുന്നില്ല. അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാ. നിനക്ക് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല.